ഒരു മലയാളി എന്നുള്ള തരത്തിൽ അഭിമാനത്തോടെയല്ല ഞാൻ പറയുന്നത്, ദുഃഖത്തോടെ ഖേദത്തോടെ പറയട്ടെ, കേരളത്തിൽ ജംഗിൾ രാജ് പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാകും. ഇത് നമ്മുടെ യുവതലമുറയെ നമ്മൾ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉപകരിക്കുക. വളരെ നിഷ്കളങ്കരായ ചില പെൺകുട്ടികൾ സ്ഥാനാർത്ഥിയായി വരുന്നു, അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കില്ല. ഒന്നുകിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി മാറ്റും. തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യം, അത് പിന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. വേറൊരിടത്ത് സ്ഥാനാർത്ഥിയാവാൻ ചെന്നപ്പോൾ പറഞ്ഞു, താങ്കൾ മാത്രമല്ല താങ്കളുടെ കൂടെ ഈ പിന്നെ കുടുംബശ്രീയുടെ കെയർ ഓഫിൽ പിൻവാതിലൂടെ നിയമനം കിട്ടിയ 28 പേരും പുറത്തു പോകുന്നു. ആ 28 പേരും ഫോൺ വിളിക്കുകയാണ് ആ കുട്ടിയെ, എങ്ങനെയെങ്കിലും ആശ നീ ഒന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ നശിച്ചു പോകും, ഞങ്ങൾക്ക് കിട്ടിയ പിൻവാതിൽ നിയമനം ഇല്ലാതായി പോകും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന് തിരുവല്ലയിൽ പുളിക്കുന്നോ സ്ഥലത്തിൻ്റെ പേര് പഞ്ചായത്ത്. അപ്പോൾ ഇത് 2 സ്ഥലത്തും ഇടതുപക്ഷം തന്നെയാണ്. ഇത് 2 സ്ഥലത്തും ഇടതുപക്ഷമാണ്. പിന്നെ മൊറാഴയിൽ, നമ്മുടെ പിന്നെ ആന്തൂരിൽ ഒക്കെ നടന്നിരിക്കുന്നത് ഇതുപോലെയല്ലേ, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക. അഗളിയിലാണ് വധഭീഷണി ഉണ്ടായത്. അഗളിയിൽ വധഭീഷണി ആരെയാണ് കൊടുത്തിരിക്കുന്നത്? ഏരിയ സെക്രട്ടറിയെ, LC സെക്രട്ടറി, മുൻ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പൊ മാറിയതേ ഉള്ളൂ, മനസ്സിലായില്ലേ? പാർട്ടിയിലൊന്നും ചേർന്നിട്ടൊന്നുമില്ല, അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. രാമകൃഷ്ണൻ പാർട്ടിയുടെ നിയമം അനുസരിച്ച് ഒരു ഏരിയ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി LC സെക്രട്ടറി എന്താണെന്ന് ചോദിക്കുന്നത് പോലും വലിയ തെറ്റാണ്. കാരണം അത്രയ്ക്ക് ഹൈറാർക്കി, ആ ബഹുമാനം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും സീനിയറായ ഒരു സഖാവിനെ ജൂനിയറായ സഖാവ് അനാവശ്യം പറയാൻ പാടില്ല. പക്ഷെ ആ പാർട്ടിയിൽ ആ കീഴ്വഴക്കം പോയിട്ട് ഇപ്പം എന്ത് ചെയ്തല്ലോ ചോദിച്ചാൽ ഞാനങ്ങ് കൊന്നള കേട്ടോ, എന്താ പറഞ്ഞേ, തട്ടിക്കളയും. യേശുദാസ് പാട്ട് പാടുന്ന പോലെയാ പാടുന്നേ, ഞാനങ്ങ് തട്ടിക്കളയും. എന്താ പറഞ്ഞേ, തട്ടിക്കളയൂന്ന് എന്താ പറയുന്നേ? ഇതെന്താണ് ഈ രാജ്യത്ത്? പിന്നെ ജംഗിൾ രാജ് അല്ലാതെ എന്ത് നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഒരു DGP ഉണ്ടെങ്കിൽ ഇന്ന് നേരം വിളക്കുന്നതിന് മുമ്പേ അയാൾ അഴിക്കുള്ളിലാവണ്ടേ, ചങ്ങല വെക്കണ്ടേ? അത് ചെയ്യാനുള്ള ഒരു ആർജവം ഇവിടുത്തെ DGPക്ക് ഉണ്ടാകാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഈ അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇല്ലാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാനും പറയും, താങ്കളും പറയും. നമുക്കിവിടെ കാറില്ല, സ്റ്റേറ്റ് കാറില്ല, മന്ത്രിമന്ദിരമില്ല, നമ്മൾ ഷാഡോ മുഖ്യമന്ത്രി അല്ല. VD സതീശൻ ഷാഡോ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് 30 പേഴ്സണൽ സ്റ്റാഫിനെയും വെച്ച് ഒരു വീടും കൊടുത്ത് ഒരു കാറും കൊടുത്ത് വിട്ടിരിക്കുന്നത് ഞാനും താങ്കളും പറയുന്നത് പോലെ ഒരു കൊഞ്ഞനം കുത്ത് പറയാനല്ല. അദ്ദേഹത്തിന് പാടില്ല. അത് ചെയ്താൽ ഞാൻ ഈ നിമിഷം ഇവിടെ പിന്നെ DGP ഓഫീസിൽ സത്യാഗ്രഹം കിടക്കും. DGP ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ, കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ പോയി കിടക്കണം. എങ്ങനെ എതിരാളി തിരഞ്ഞെടുക്കപ്പെട്ടു? എൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒപ്പിട്ടില്ല എന്ന് പറയുന്നു. അത് അവരുടെ ഒപ്പല്ല എന്ന് പറയുന്നു. അവര് പിന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പ് വെച്ചാണ് ഒപ്പിട്ടത്. റിട്ടേണിംഗ് ഓഫീസർ ആദ്യം സമ്മതിച്ചു, പിന്നെ സമ്മതിച്ചില്ല. റിട്ടേണിംഗ് ഓഫീസർക്കും പേടി. റിട്ടേണിംഗ് ഓഫീസർ കിടുകിട വിറക്കുകയാണ്. അദ്ദേഹത്തിന്റെ കസേര മാത്രമല്ല, ഇരിക്കുന്ന മുറി കൂടെ വിറക്കുകയാണ് അദ്ദേഹത്തിന്റെ വിറയിൽ കാരണം. അതായത് അവർ നോമിനേഷനിൽ ഒപ്പിട്ട് നൽകി. അപ്പോൾ CPM-കാർ എന്ന് പറയാൻ ഇത് നിങ്ങളുടെ ഒപ്പല്ല, ഇത് കള്ള ഒപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച. കാരണം അവരുടെ നോമിനേഷൻ കൊടുത്തവർ പിൻവലിച്ചില്ല. സാധാരണ ഇതിൽ ബാക്കിയുള്ളവരുടെയൊക്കെ നോമിനേഷനാണ് പിൻവലിക്കുന്നത്. ഇപ്പം ലിയോയെ ഇലക്ഷനിൽ നിർത്തണമെങ്കിൽ 2 പേരുടെ നോമിനേഷൻ വേണം, എൻ്റെ നോമിനേഷൻ വേണം. അപ്പോൾ എന്നെ വന്ന് വരട്ടുമ്പോൾ ഞാൻ പറയും, ലിയോ നിങ്ങളുടെ നോമിനേഷൻ ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കൂല, തള്ളും.